പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 17-ാം തീയതി ചൊവ്വാഴ്ച. കർത്താവെ, നല്ലൊരു പ്രഭാതം നൽകി അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, ഈ ദിവസം മുഴുവനും അങ്ങയുടെ വചനങ്ങൾ പാലിച്ചുകൊണ്ട് ഏറ്റവും എളിമയോടെ ജീവിക്കാനുള്ള കൃപ തരണമേ. ഞങ്ങൾ ഇന്ന് പോകുന്നിടത്തെല്ലാം അങ്ങയുടെ സജീവ സാന്നിധ്യം ഞങ്ങളോടൊപ്പം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ധ്യാനിക്കാം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ. മരുഭൂമിയും മലമുകളും പ്രാർത്ഥനയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും സ്ഥലങ്ങളാണ്. സ്നാപകൻ്റെ വാക്കുകൾക്ക് ശക്തി കൊടുത്തിരുന്നത് അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പിൻബലമാണ്. ഏകാന്തതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കുന്നവർക്കാണ് കർത്താവിനായി വഴിയൊരുക്കാൻ സാധിക്കുക. ഇന്ന് കുറച്ചു നേരം മറ്റെല്ലാം മറന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ശാന്തമായി ചെലവഴിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്മസിനായി കുമ്പസാരിച്ചൊരുങ്ങാനും മറ്റുള്ളവരെ കുമ്പസാരക്കൂട്ടിലേക്ക് എത്തിക്കുവാനും നമുക്കിന്ന് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.